നമസ്കാരം. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നടപ്പിലാക്കാൻ സാധ്യത കുറവാണെന്നാണ് ഹൈക്കോടതി ജസ്റ്റിസ് റിട്ടയർ ആയിട്ടുള്ള ജസ്റ്റിസ് കലാം ബാഷ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമ്മളോടൊപ്പം അല്ല, വേറെ ഏതോ ചാനലിനോടൊപ്പം ചേർന്നത് ഞാൻ ഇവിടെ എടുത്ത് ഇടുവാണ് നിങ്ങൾക്ക് കാണാനായി. അപ്പൊ നമുക്ക് അദ്ദേഹത്തിലേക്ക് വരാം. നെയ്യാറ്റിൻകര കീഴ്ക്കോടതിയിലാണ് ഈ ഒരു കേസിന്റെ വിധി വന്നിട്ടുള്ളത്. ഇതിപ്പോ ഹൈക്കോടതിയിലോട്ട് പോയി, അതിനപ്പുറം സുപ്രീം കോടതി ഉണ്ട്. അപ്പൊ ഹൈക്കോർട്ടിലെ ജഡ്ജി ആയിരുന്ന അദ്ദേഹത്തിന് എന്താണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. സെന്റൻസ് ഈ ഒരു എക്സസ് പണിഷ്മെന്റ് സെന്റൻസ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. തീർച്ചയായിട്ടും ഞാനും അതിനെ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ എനിക്ക് എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല. അദ്ദേഹം തന്നെ പറയും. കേസസ് ഇൻ വിച്ച് ദ ലെസർ ആൾട്ടർനേറ്റീവ് ഈസ് അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ് എന്നാണ്. അതായത് ഒരു സംശയത്തിനും ലെവലേശമില്ലാതെ തന്നെ ഈ ലെസർ ആൾട്ടർനേറ്റീവ്, അതായത് ജീവപര്യന്തം ശിക്ഷ എന്ന് പറയുന്നത് വളരെ കുറവാണ്, അതായത് ഒട്ടും മതിയാകുന്നതല്ല എന്നുള്ള കേസുകളിൽ മാത്രമേ റയറായിട്ട് അത് മാറുള്ളൂ. ആ കേസുകളിൽ മാത്രമേ ഡെത്ത് പെനാൽറ്റി കൊടുക്കാവൂ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാട് അതിനകത്ത് വന്നത്. അപ്പോൾ അത് നമ്മൾ ഈ കേസിൻ്റെ ഫാക്ട്സ് നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ ചിലപ്പോൾ, അതായത് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് അതിനില്ല. 24 വയസ്സേ ഉള്ളൂ. 24 വയസ്സേ ഉള്ളൂ, മെച്യൂരിറ്റി ഇല്ല. പക്ഷേ ആ മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവൻ്റെ ഇതിൽ പെട്ടുപോയിട്ട് ഇതിനെ അങ്ങ് കോർണർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിന് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല രീതിയിലായി. ഇവൻ്റെ കയ്യിൽ ഇതിൻ്റെ പടമൊക്കെ ഇരിപ്പുണ്ട്, മൊത്തവും ഇതിൻ്റെ ഇതൊക്കെ ബിറ്റൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് കാണിച്ച ഒരു ഭീഷണിയുടെ സ്വരമായി അവസാനം. നിവൃത്തിയില്ല, അതിന് വേറെ ഇതിന് അവനെ വേണ്ട, അങ്ങനെ അങ്ങ് പോയി അബദ്ധം പറ്റിപ്പോയതാണ്. ഈ കുട്ടി കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ അതൊരിക്കലും ഒരു അബദ്ധമല്ല, അത് മനഃപൂർവ്വം കരുതിക്കൂട്ടി അയാളെ കൊല്ലാനായിട്ട് തന്നെ ഉള്ള ഒരു ശ്രമമാണ് ആ കുട്ടി നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതല്ലേ, പലവട്ടം ഈ ഷാരോണിന് വിഷം കൊടുക്കാനായിട്ട് ഈ പെൺകുട്ടി മുതിർന്നിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായിട്ട് ഒരാളെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് കൊലപാതക അവസാനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ശിക്ഷാവിധി പോലും വന്നിട്ടുള്ളത്. അത് 24 വയസ്സിന്റെ പക്വതയില്ലായ്മയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ 19 വയസ്സുള്ള പയ്യന്മാരെയൊക്കെ പോക്സോ കേസിന് പിടിച്ചകത്തിരുന്ന അത് പക്വതയില്ലായ്മയല്ലേ? അത് പെൺകുട്ടിയും അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ചിലപ്പോൾ ഇവർ പ്രണയിക്കുന്നത്. ഒരു വയസ്സ് അങ്ങോട്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പോക്സോ കേസിൽ അകപ്പെടുന്ന എത്രത്തോളം ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്വതയില്ലായ്മയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് പക്വതയില്ലായ്മയാണോ? ലൈസോൾ എടുത്ത് കുടിച്ചിട്ട് ആശുപത്രിയിലായി. അത് ആത്മഹത്യക്ക് ശ്രമിച്ചാണ്. ലൈസോൾ കുടിച്ച് ആശുപത്രിയിലായി. അപ്പോൾ തന്നെ നമ്മളൊന്ന് നോക്കിക്കോളൂ. എന്നിട്ട് അന്നേരം മജിസ്ട്രേറ്റ് അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ഒരു മൊഴി റെക്കോർഡ് ചെയ്യാൻ പോയി. കാരണം ഇത് മരിച്ചു പോകുന്നുള്ളത് ചിലപ്പം വിചാരിച്ച് പോലീസുകാർ മെഡിക്കൽ കോളേജിൽ വെച്ച് ഇതിൻ്റെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. ഇതൊക്കെ അവളുടെ നാടകമാണ്. സ്ഥിരം ജയിലിനകത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ്. ജയിലിൽ ലോഷനൊക്കെ എടുത്ത് വെച്ച് കുടിക്കും, എന്നിട്ട് ആശുപത്രിയിൽ പോയി. ഇതൊക്കെ ആദ്യഘട്ടത്തിൽ ഇതിന്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാതെ വന്നപ്പോൾ പെങ്കൊച്ച് ചെയ്ത കാര്യങ്ങളൊക്കെയാണിത്. ആ മൊഴി രേഖപ്പെടുത്തിയതിനകത്ത് ഇത് പറഞ്ഞു, എനിക്കിത് നിവർത്തിയില്ല, ഇവൻ്റെ കയ്യിൽ നിന്ന് പോകാൻ ഒരു മാർഗ്ഗമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു. എനിക്ക് വേണ്ടി കലക്കി വെച്ചതാണ് ഈ സാധനം, വിഷം. അപ്പോൾ അവൻ ചോദിച്ചു, അന്നേരം ഇനി അവൻ ഇതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, ഇനി എന്നെ അവൻ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് കുടിച്ച് ആത്മഹത്യ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഷാരോൺ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് കുറെ വോയിസ് ക്ലിപ്പുകൾ അല്ലെങ്കിൽ ഇവരുടെ ചാറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാണാത്തവർ തപ്പി നോക്കിയാൽ മതി, കിട്ടും. അതിൽ ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ ഒരിക്കലും അങ്ങനെയാണെന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല. ഇദ്ദേഹം പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളാണെന്ന് തോന്നിയിട്ടില്ല. അതിനുവേണ്ടി അവൻ കലക്കി വെച്ചു. അപ്പോൾ ഇതെന്തുവാ നീ കലക്കി വെച്ചേക്കെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കുടിക്കുന്ന കഷായമാണെന്ന് ഇത് പറഞ്ഞു. എന്നാൽ ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി എടുത്ത് ഒഴിച്ചു കൊടുത്തു അവന്. അതിനകത്ത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ മരണമൊഴിയായിട്ട് പോലും ഷാരോൺ ഈ ഗ്രീഷ്മയ്ക്കെതിരെ ഒരു മൊഴി നൽകിയിരുന്നില്ല എന്നൊരു കണ്ടെത്തൽ കൂടി കോടതിയുടെ ഭാഗത്ത് അവൻ പറഞ്ഞ്, എനിക്ക് കിട്ടാത്തത് വേറൊരുത്തനും അനുഭവിക്കണ്ട എന്ന് പറഞ്ഞ് ഇതിനെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് അത് പറഞ്ഞേക്കുന്നത്. എനിക്കറിയില്ല, അത് അഡ്മിറ്റ് ചെയ്യണം സാർ. അദ്ദേഹത്തിന് അറിയില്ല, അവള് പറഞ്ഞതാണ്. അപരാധിമോള് പറഞ്ഞത് കേട്ടിട്ടാ. സത്യസ്ഥിതി നമുക്കറിയത്തില്ല. അവർ തമ്മിലുള്ള ഇടപാടാണ്, നമുക്കറിയത്തില്ല. ഇദ്ദേഹത്തിന് അറിയത്തില്ല. അവരുടെ ഇടപാടിന്റെ ഭാഗമായിട്ടാണ് ആ ചെറുക്കൻ മരിച്ചത്. മരിക്കാൻ കിടക്കുമ്പോൾ പോലും ആ ചെറുക്കൻ ആ പെണ്ണിന്റെ പേര് പറഞ്ഞിട്ടില്ല. മൊബൈൽ ഫോണിലെ ചാറ്റുകൾ എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് അയച്ച വോയിസ് ക്ലിപ്പുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും
ഇവൾ എത്രത്തോളം ഇവള് തന്നെയാണ് ഇവളുടെ കുഴി തോണ്ടിയത്. ഇവളുടെ മൊബൈലിൽ ഇവളുടെ സംഭാഷണമാണ് ഇവളെ പെടുത്തിയത്. പക്ഷേ ഇങ്ങനെയുള്ളപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്നറിയോ, നമ്മൾ ഈ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസും മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസും വേ ചെയ്യണം. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് കൂടുതലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഈ ഡെത്ത് പെനാൽറ്റി കൊടുക്കത്തില്ല. അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആണ് കൂടുതൽ, മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നത്. ഇതിപ്പോൾ ഈ പെൺകുട്ടിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരു മാർഗ്ഗമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ വന്നു. നല്ല കാര്യമെന്ന് ഞാൻ പറയുന്നില്ല, അതിന് കൊലപാതകം നല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വേറെ മാർഗ്ഗമില്ലാതെ വന്നതിന് ഹീ ഷുഡ് നോട്ട് ബി ടു യങ് ഓർ ടു ഓൾഡ് എന്നാണ്. അതായത് ഷാരോൺ ഈ പെൺകുട്ടിയെ മർദ്ദിക്കുന്നു അല്ലെങ്കിൽ മാനസികമായി വേദനിപ്പിക്കുന്നു. ഒരു മാർഗ്ഗമില്ലാതെ വന്നപ്പോൾ ആ പെൺകുട്ടി ഇയാൾക്ക് വിഷം കൊടുത്ത് കൊന്നു. ഒരു കാരണത്തിന്റെ പുറത്താണ് ഒരു കൊലപാതകം നടന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഡെത്ത് പെനാൽറ്റി കിട്ടത്തില്ല. ഒരു കാരണം കൊണ്ടാണ് കൊല്ലുന്നത്, അല്ലാതെ വെറുതെ ഒരാളെ കൊല്ലുവാണെങ്കിൽ ഇത്രത്തോളം വലിയൊരു ഇത് വരത്തുള്ളൂ. ഇവിടെ ഇപ്പം ഈ ഷാരോണ് വിഷം കഴിച്ചതിലും ഈ പറഞ്ഞ പെൺകുട്ടിയുടെ പേര് പറയാതിരുന്നതിലും അതുപോലെ തന്നെ അവസാന ഘട്ടത്തിലാണ് ഷാരോൺ പറഞ്ഞത്, അതൊക്കെയാണ് കോടതിയിൽ എടുത്ത് കാണിച്ചതും. അതായത് ഒരു തരത്തിൽ പോലും ഷാരോൺ ഉപദ്രവിച്ചിട്ടില്ല, എന്നിട്ട് ഈ പെൺകുട്ടി കൊന്നു. പക്ഷേ ഈ ഇവിടെ പറയുന്നത് ഷാരോണിന്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായതിന്റെ ഭാഗമായിട്ട് തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പം ഈ പെൺകുട്ടി ഷാരോണിനെ കൊന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജീവപര്യന്തത്തിലോട്ട് ഇത് വരത്തുള്ളൂ മേൽക്കോടതിയിലോട്ട് പോകുമ്പോൾ. അതാണ് പറയുന്നത് പ്രിൻസിപ്പിള്. ഇത് 24 വയസ്സല്ല ഉള്ളൂ ഇതിന്. ഇത് യഥാർത്ഥത്തിൽ ഒരു ജീവപര്യന്തം തടവിൽ നിൽക്കേണ്ട ഒരു കേസാണെന്നാണ്. കോടതിയിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ തിരിച്ചടി കിട്ടാനുള്ള സാധ്യതയുണ്ടോ അത്തരം പിന്നീട് വരുമ്പോൾ നിയമവശങ്ങൾ പരിശോധിക്കുമ്പോൾ, സുപ്രീം കോടതി വിധികളൊക്കെ പരിശോധിക്കുമ്പോൾ? തീർച്ചയായിട്ടും അദ്ദേഹം പറയാതെ തന്നെ നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹം വലിയ മനുഷ്യനാണ്. പക്ഷെ ഹൈക്കോടതിയിലോട്ട് അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് സുപ്രീം കോടതിയിലോട്ടൊക്കെ പോകുമ്പം ഇത് വധശിക്ഷ എന്നൊക്കെ അങ്ങ് മാറും, കൺഫേം. അത് വളരെ വളരെ സാധ്യതയുള്ളതായിട്ട് തോന്നുന്നു. പിന്നെ ഇത് പ്രീമെഡിറ്റേറ്റഡ് ആണ്. ഇത് കൊല്ലാൻ വേണ്ടി ചെയ്തതൊക്കെ തന്നെ. ഇത് അവനങ്ങ് ഒഴിച്ചു, ഇതിന് വിഷമുണ്ടെന്ന് അതിനറിയാം. അത് കുടിക്കാൻ വെച്ചിരുന്നതെന്ന് പറഞ്ഞു. അത് ഞാൻ കുടിക്കുന്ന കഷായം എന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് കൊടുത്തു തരാൻ പറഞ്ഞ് ഒഴിച്ചാൻ കൊടുത്തു. വരും. ഇതൊരിക്കലും ഒരു റെയറസ്റ്റ് അമംഗ് റെയറായിട്ട് ഉള്ള ഒരു കേസാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ഫാക്ട്സ് ഇല്ല. പൊതുസമൂഹമൊക്കെ ഊമ്പി അത് വിടും. അപ്പം അദ്ദേഹം പറയുന്നത് ഇതൊരിക്കലും റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് കേസായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നില്ല. അതായത് ഒരുപാട് കേസുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കേസായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നില്ല. സാധാരണ ഒരു പെൺകുട്ടിയെ ഒരാൾ വേദനിപ്പിക്കാൻ നോക്കി അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷം മൃഗീയമായിട്ട് മാനസികമായിട്ട് വേദനിപ്പിക്കാൻ നോക്കിയതിന്റെ ഭാഗമായിട്ട് അവൾ കൊന്നു. ഒരു കാരണത്തിന്റെ പുറത്താണ് കൊന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഡെത്ത് പെനാൽറ്റി ഇല്ല. കീഴ്ക്കോടതിയിലെ വാദം അങ്ങനെ ആയിരിക്കത്തില്ല. ഒരു കാരണം പോലും ഇല്ലാതെ ആ പയ്യനെ കൊന്നു. അപ്പം ഡെത്ത് പെനാൽറ്റി. മുകളിലോട്ട് പോകട്ടെ, എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇതാണ് നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. നമസ്കാരം. ഇതും കൂടെ കാണിച്ചിട്ട് ഞാൻ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇവിടെ ഇടുന്നത് നിർത്തുകയാണ്. മനോരമയും മാതൃഭൂമിയൊക്കെ ചുമ്മാ കണ്ണേ കുണ്ണേ കഴിഞ്ഞ ദിവസം ബോച്ചയും തുടങ്ങി, പിന്നെ ഗോവൻ സ്വാമി, അവിടുന്ന് മറ്റേ കൊലപാതകം അമ്മയെ കൊന്നത്, അവിടുന്ന് നേരെ ഭീഷ്മ, അയ്യോ വാരുമാര് പൂറ. അപ്പൊ ഞാനും 10 മിനിറ്റിന് മുമ്പായിട്ട് വീഡിയോ നിർത്തുകയാണ്. കേരള കണക്കൂട്ടം വിക്കി ബൈ രമാ വേണു. നമസ്കാരം.